ഇനി വരാൻ പോകുന്ന ബെവ്കോ LDC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഇനി വരാനുള്ള LDC, അങ്ങനെ എല്ലാ 10th ലെവൽ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു GK ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഡെയിലി നമ്മൾ മാക്സിമം ക്ലാസ്സുകൾ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും PSCയുടെ ഒരു 10th ലെവൽ പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ഡെയിലി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇതുപോലത്തെ ക്യാപ്സ്യൂൾ ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് വരുന്ന 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ PSC LDC എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അല്ലാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുക. വീഡിയോയുടെ അവസാനം കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളോട് ഞാൻ പഠിക്കാൻ പറയും. അതോടെ പഠിച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ക്യാപ്സ്യൂൾ ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ വിവിധ കമ്മീഷനുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രസൻറ്റ് ചെയർമാൻ ആര്, ഇപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോൾ നിലവിലുള്ള ചെയർമാൻ ആര്, അതുപോലെയുള്ള ഇപ്പോൾ ഉള്ള വ്യക്തികൾ ആര് എന്നും കൂടെ നോക്കിയിട്ടേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. കാരണം ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള വ്യക്തി ആയിരിക്കത്തില്ല ആ ഒരു പരീക്ഷയുടെ സമയത്തുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടേ പോകാവുള്ളൂ. ഇപ്പോൾ പ്രസൻ്റ്ലി അരുൺകുമാർ മിശ്ര മാറി ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയും. ശ്രദ്ധിച്ച് കേട്ട് ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്വയംഭരണ അധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഈ മനുഷ്യരാണല്ലോ സ്റ്റാറ്റസ് ഒക്കെ നോക്കി പലരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതും അങ്ങനെയൊക്കെ. ഇപ്പോൾ സ്റ്റാറ്റസ് കുറഞ്ഞവരോട് ചിലർ മിണ്ടത്തില്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റാറ്റസ് നോക്കുന്നത് മനുഷ്യനാണ്. സ്റ്റാറ്റ്യൂട്ടറി മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മനുഷ്യൻ്റെ അവകാശം. മനുഷ്യൻ എന്ന വാക്കിൻ്റെ ഒരു പര്യായമാണല്ലോ മാനവൻ എന്നൊക്കെ പറയുന്നത്. മാനവൻ, അവകാശവും അധികാരവും ഒക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്ന വാക്കുകളല്ലേ, ഒരു അർത്ഥമല്ല. എന്നാലും അവകാശം അധികാരമൊക്കെ വേണേൽ അടുത്ത് പറയാമല്ലോ. അപ്പം മനുഷ്യൻ്റെ അവകാശം, മാനവൻ്റെ അവകാശം എന്ന് വേണേൽ പറയാം. അതുപോലെ അവകാശവും അധികാരവും ഒക്കെ ഒരേപോലെ വരുന്നതുകൊണ്ട് മാനവൻ്റെ അധികാരം എന്ന് കണക്ട് ചെയ്യാമല്ലോ. മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. പിന്നെ ഇടയ്ക്ക് PSC പരീക്ഷകളിൽ പണ്ട് കാലത്തൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ മനുഷ്യാവകാശ കമ്മീഷൻ. പേരിൽ തന്നെ ഉണ്ടല്ലോ, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനെന്ന് അറിയപ്പെടുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ഇത് എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ കുറേ ഡേറ്റുകൾ വേറെ പലതിൻ്റെയും പഠിക്കുന്നുണ്ടല്ലോ. വിവരാവകാശം, അതുപോലെ ഫിനാൻസ് കമ്മീഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷാ ഹാളിലേക്ക് എത്തിക്കഴിയുമ്പം ചിലപ്പോൾ നമുക്ക് പണി കിട്ടാം. 93 മനുഷ്യാവകാശം, അതോ 98 ഇനി 89 അങ്ങനെ കുറേ ഡൗട്ട് വരും. അതിൽ നിന്ന് ഒരു മോചനം നേടാൻ വേണ്ടി മെയിൻലി 90കളിലെ ഒരു ഡേറ്റ് എന്ന രീതിയിലായിരിക്കും നമുക്ക് സംശയം വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. മനുഷ്യാവകാശമാണല്ലോ, മായിലാണല്ലോ തുടങ്ങുന്നത്. മായിൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യയല്ലേ ഉള്ളൂ. 1, 2, 3 മായിലല്ലേ തുടങ്ങുന്നത്. ബാക്കി 4, 5, 6, 7, 8, 9, 10 ഒന്നും മായില്ല. അപ്പം സിമ്പിളായിട്ട് മനുഷ്യാവകാശം 3ലും 1993 എന്ന് ഉറപ്പിക്കാമല്ലോ. 1993. ഓക്കെ, ഇനി ഈ 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3ൻ്റെ സ്ക്വയർ നമുക്കറിയാം 9 ആണെന്നറിയാം. 9ാം മാസം സെപ്റ്റംബറാണ്. 3 സെപ്റ്റംബർ. അല്ലെങ്കിൽ തന്നെ എന്താണ് ഈ 3ൻ്റെ ഈ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും ഒക്കെ ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതുവാണെങ്കിൽ S പോലെ വരത്തില്ല. മുകളിലത്തെ ഭാഗം ഇങ്ങനെ നോക്കിയാൽ മതി. മുകളിലത്തെ ഭാഗം മാറ്റുമ്പോൾ S പോലെ വരത്തില്ല. അങ്ങനെ സെപ്റ്റംബറിലേക്ക് എത്താവുള്ളൂ. 1993 സെപ്റ്റംബർ. പിന്നെ ഈ ഒരു 3 ഈ 3ൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ വേറൊരു 3 മിറർ ഇമേജ് പോലെ എഴുതിയാൽ ഒരു 8 വരത്തില്ലേ.
അപ്പോൾ 8ൻ്റെ ഇപ്പുറത്ത് 2 ഇട്ടാൽ സെപ്റ്റംബർ 28 ആവുമല്ലോ. സോ 1993 സെപ്റ്റംബർ 28-നാണ് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത്. ഓർത്തിരിക്കുക, 1993 സെപ്റ്റംബർ 28-ന് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നു. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴെന്ന് ചോദിക്കാം. എന്തായാലും 93 നിങ്ങൾക്ക് ഉറപ്പിക്കാമല്ലോ. 93 ഒറ്റ മാസത്തോടെ കഴിഞ്ഞ് ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഇമ്പോർട്ടൻ്റ് ആണ് 2 ഡേറ്റുകളും. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒരു മാസം കഴിഞ്ഞ് 12-ാം തീയതി ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ഇനി 2 വർഷങ്ങളൂടെ നമ്മൾ നോട്ട് ചെയ്യണം, 2006-ഉം 2019. 2006 6-ലാണല്ലോ അവസാനിക്കുന്നത്. 6 ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ 9 പോലെ ആവുമല്ലോ. പിന്നെ ഒരു ഒന്നുകൂടി ഇട്ടാൽ 0 മറ്റേ ഒന്നുകൂടി ഇട്ടാൽ 2019 ആയി. 2006-ഉം 2019. ഇത് എന്തിനാണ് ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ദേശീയ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത 2 വർഷങ്ങളാണ് ഈ 2006-ഉം 2019. ദേശീയ മനുഷ്യാവകാശ നിയമം ഭേദഗതി അമൻഡ് ചെയ്ത 2 വർഷങ്ങളാണ് 2006-ഉം 2019. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റുകളിലേക്ക് നമുക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളുടെയും കാര്യങ്ങളുടെയൊക്കെ കുറച്ച് പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായും ഇതിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഒരുപാട് കമ്മീഷനുകൾ പഠിക്കുന്നുണ്ടല്ലോ, മനുഷ്യാവകാശം, വിവരാവകാശം, അങ്ങനെ ഏതാണ്ടൊക്കെ പഠിക്കുന്നില്ലേ. അപ്പം അംഗങ്ങളുടെ നമ്പറും നമുക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണമാണ് ആദ്യം പറയുന്നത്. മനുഷ്യാവകാശ, മലയാളത്തിൽ എഴുതുമ്പോൾ മനുഷ്യാവകാശ, അതിലെത്ര അക്ഷരങ്ങളുണ്ട്? ഈ വള്ളിയും പുള്ളിയൊക്കെ വിട്ടേക്കുക, നോക്കുക. മ, ന, ഷ, ബ, ക, ശ, 6 എണ്ണമല്ലേ? 6 അക്ഷരമുണ്ട് മനുഷ്യാവകാശ എന്ന വാക്കിൽ. കമ്മീഷൻ എടുക്കണ്ട, മനുഷ്യാവകാശ 6 അക്ഷരം. സോ 6 അംഗങ്ങൾ, ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും, 5 സ്ഥിരാംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ 6 എണ്ണമുണ്ട്. മനുഷ്യാവകാശ എന്ന വാക്കിൽ നിന്ന് 6 എന്ന നമ്പറിലേക്ക് എത്തിയ 6 അംഗങ്ങൾ, ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കാനും നീക്കം ചെയ്യാനും ഒക്കെ അധികാരമുള്ളത് രാഷ്ട്രപതിക്ക് മാത്രമാണ്. എപ്പോഴും ഓർത്തണം, നീക്കം ചെയ്യാൻ ഒട്ടുമിക്ക എല്ലാ കമ്മീഷനിലും അധികാരം രാഷ്ട്രപതിക്കാണ്. മിക്കപ്പോഴും അത് സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിയമിക്കുന്നത് അവിടെ സംസ്ഥാനത്താണെങ്കിൽ ഗവർണറാണ്. പക്ഷേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും ചെയർമാനെയും മറ്റംഗങ്ങളെയും എല്ലാം നിയമിക്കാനും നീക്കം ചെയ്യാനും എല്ലാം അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണെന്ന് ഓർത്തോണം. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായി ഒക്കെ ആയിട്ട് വേണം ഇതൊക്കെ ചോദിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയെല്ലാം നിയമിക്കാനും നീക്കം ചെയ്യാനും ഒക്കെയുള്ള അധികാരം രാഷ്ട്രപതിക്കാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ടോട്ടൽ എത്ര പേരാണ്? മനുഷ്യാവകാശ 6, ചെയർമാനും 5 അംഗങ്ങളും, 5 സ്ഥിരാംഗങ്ങളും. അങ്ങനെ പഠിച്ചോണം, ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും. ആ രീതിയിലായിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്, ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും. ഓക്കെ, ഇനി ചെയർമാനായി നിയമിക്കുന്നത് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. മനുഷ്യാവകാശ കമ്മീഷനല്ലല്ലോ, ഒരു ഹയർ നിയമകാര്യങ്ങളൊക്കെ വരുന്ന ബോഡിയാണല്ലോ. അപ്പോൾ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ, ഓർത്തോണം, സംസ്ഥാനമല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി ഈ പദവി അലങ്കരിച്ച ഒരു വിരമിച്ച വ്യക്തിയായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ആ ഒരു ലെവൽ, ഹയർ ലെവലാണല്ലോ, മനുഷ്യാവകാശമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ലെവലിൽ ഏറ്റവും ഹയർ ജുഡീഷ്യറിയിലെ ക്വാളിഫിക്കേഷൻ വരെ നേടിയ ഒരു വ്യക്തിയാണ് ഇവിടെ ചെയർമാനായിട്ട് നിയമിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി വരെയായി വിരമിച്ച ഒരു വ്യക്തിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത്. ചെയർമാൻ മാത്രമല്ലല്ലോ, ചെയർമാനും 5 അംഗങ്ങളും ഉണ്ട്. അപ്പോൾ ഈ 5 അംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പഠിക്കണ്ടേ. അപ്പം അതാണ് ഇനി പറയാൻ പോകുന്നത്, മറ്റംഗങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും. ഒരാൾ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. സുപ്രീം കോടതിയിലെ ഒരു പ്രസൻറ്റ് ജഡ്ജോ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതിയിലെ ജഡ്ജോ. മറ്റൊരാൾ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ആദ്യത്തെ വ്യക്തി ഒരു സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഒരു മുൻപുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജ്. രണ്ടാമത്തെ ആൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി
ചീഫ് ജസ്റ്റിസ്. ഇനി ബാക്കി ഒരു 3 പേരുടെ ഉണ്ട്. ഈ 2 പേരുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് എടുത്ത് ഓർത്തിരിക്കുക. ബാക്കി ഒരു 3 പേരുടെ ഉണ്ട്. അവർ ഈ മനുഷ്യാവകാശവും കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു അറിവുള്ള കുറച്ച് പ്രഗത്ഭരായ 3 പേര്, അങ്ങനെ ഒരു 3 പേരുടെ ഉണ്ട്. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിജ്ഞാനമോ ഉള്ള ആളുകളിൽ നിന്ന് നിയമിക്കപ്പെടുന്ന ഒരു 3 അംഗങ്ങളോടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ചെയർമാനും 5 അംഗങ്ങളും, മനുഷ്യാവകാശ 6 അക്ഷരമുണ്ട്, 6 അംഗങ്ങൾ, ചെയർമാനും 5 അംഗങ്ങളും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത്. ബാക്കി ഒരു 5 പേരുടെ ഉണ്ട്. ഒരാൾ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. രണ്ടാമത്തെ ആൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. പിന്നെ മനുഷ്യാവകാശം കാര്യങ്ങളൊക്കെ ആയിട്ട് അറിവുള്ള ആളുകളിൽ നിന്ന് നിയമിക്കുന്ന ഒരു 3 പേരുടെ ഉണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എത്ര ആളുകളാണ്, ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചല്ലോ. ഇനി മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങളുള്ളത്, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷകളിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് പ്രിലിംസ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർ അതെന്തായാലും പഠിച്ചിരിക്കണം. കഴിഞ്ഞ പ്രിലിംസിനും ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏത് പ്രിലിംസ് ആണെന്ന് ഓർക്കുന്നില്ല, എന്തായാലും അങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ പോവാണ്. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ? എന്തായാലും പ്രധാനമന്ത്രി വേണമല്ലോ. പ്രധാനമന്ത്രിയാണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും മെയിൻ. പ്രധാനമന്ത്രി വേണം. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ ഒന്നാമത്തെ വ്യക്തി പ്രധാനമന്ത്രി തന്നെയാണ്. ചെയർമാൻ പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പം പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവും സംഭവമൊക്കെ വരണ്ടേ. പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഏത് ഭാഗത്തായിരിക്കും വരുന്നത്? ലോക്സഭയിലായിരിക്കുമല്ലോ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ചുമ്മാ ഭരിക്കുന്ന പാർട്ടി മാത്രമാണെങ്കിൽ ഒരു എന്താ പറയുക, അവരുടെ ഇഷ്ടത്തിന് അവർ തിരഞ്ഞെടുക്കത്തില്ലേ. അപ്പം അതൊന്നും പറ്റത്തില്ല. എല്ലാത്തിലും ഈക്വാലിറ്റി വേണം, ന്യൂട്രാലിറ്റി വേണം. അപ്പോൾ ലോക്സഭയിലെ ഒരു പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ളത്, പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. അതുകൂടാതെ തന്നെ മന്ത്രിമാരിൽ നിന്ന്, പ്രധാനമന്ത്രി അല്ലാതെ നമ്മുടെ മിനിസ്റ്റേഴ്സിൽ നിന്ന് ആഭ്യന്തരമന്ത്രിയും ഇതിനകത്ത് അംഗമാണ്. ആഭ്യന്തരമന്ത്രി, ആഭ്യന്തരമന്ത്രി ലാസ്റ്റ് ഓർത്താലും ഈ പ്രധാനമന്ത്രിക്ക് തുല്യമായിട്ടെന്നുള്ള രീതിയിൽ ലോക്സഭ പ്രതിപക്ഷ നേതാവിലേക്ക് നമുക്കെത്താം. പിന്നെ ലോക്സഭ മാത്രമല്ലല്ലോ, വേറൊരു സഭയും കൂടി ഇല്ലേ, രാജ്യസഭ. ആ രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാവുണ്ട്, ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയുണ്ട്. അപ്പോൾ 2 പ്രതിപക്ഷ നേതാക്കൾ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ. അതുപോലെ തന്നെ ലോക്സഭയിലെ സ്പീക്കറും രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനും ഇതിനകത്ത് അംഗമാണ്. രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനാണ്. ലോക്സഭയിലെ സ്പീക്കറും രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനും പിന്നെ ആഭ്യന്തരമന്ത്രിയും. ഇത്രയും പേരാണ് ഇതിനകത്തുള്ളത്. ചുമ്മാ നമ്മൾ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് അങ്ങനെ കുറേ പ്രാവശ്യം കാണാതെ പഠിച്ച് അല്ലെങ്കിൽ വായിച്ചൊരു ശ്രദ്ധയില്ലാതെ പോയാൽ നമ്മൾ ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കണക്റ്റ് എന്തെങ്കിലും രീതിയിൽ, പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് വേണ്ടി ഒരു പ്രതിപക്ഷ നേതാവ് വേണം, അങ്ങനെയൊക്കെ ഓർത്താൽ പെട്ടെന്ന് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ ആദ്യം പ്രധാനമന്ത്രി ഉണ്ടല്ലോ. പ്രധാനമന്ത്രി വന്നാൽ എന്തായാലും പ്രതിപക്ഷ നേതാവ് വേണം. ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാവ്. അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ അവിടുത്തെ ഒരു മെയിൻ ആളോട് വേണമല്ലോ. ലോക്സഭയിലെ സ്പീക്കറുണ്ട്. പക്ഷേ രാജ്യസഭയിലെ മാത്രം ഡെപ്യൂട്ടി ചെയർമാനാണ്. രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനാണ്. പിന്നെ നമ്മുടെ നിയമമല്ലല്ലോ, ഈ പോലീസ് മന്ത്രി എന്നൊക്കെ പറയുന്ന ആഭ്യന്തരമന്ത്രി, ഹോം അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയും കൂടെ ഇതിനകത്തുണ്ട്. അതുകൂടെ ഓർത്തണം, ആഭ്യന്തരമന്ത്രി. അപ്പോൾ 2 ഭരിക്കുന്ന മന്ത്രിസഭയിൽ 2 പേര്, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. പിന്നെ സഭകളിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ സ്പീക്കർ, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനുമാണെന്ന് അറിഞ്ഞിരിക്കുക. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ മനസ്സിൽ പറഞ്ഞ് പഠിച്ചു വെക്കണം, ഓർത്ത് പിന്നത്തേന് വെക്കരുത്. പിന്നെ ഇടയ്ക്കൊന്ന് റിവൈസും ചെയ്യണം. ഈ ഒരു സാധനമൊക്കെ നമുക്ക് അങ്ങനെ കോഡൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ ഓർത്തിരുന്നോണം, മറന്നു പോകരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ കുറച്ച് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കുറച്ച് കമ്മീഷനുകളിലെ ചെയർമാന്മാരാണ് ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ടുള്ളത്. ഇതെല്ലാം നമ്മളൊരു സിമ്പിളൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മൊത്തം നമുക്ക് ഓർത്തിരിക്കാം. കുറേ പേരുണ്ട്, പക്ഷെ അതെല്ലാം ഓർത്തിരിക്കാൻ പറ്റും. ഈ മനുഷ്യൻ്റെ അവകാശം പ്രധാനമായും ലംഘിക്കപ്പെടുന്നത് കുറച്ച് പവർ കുറഞ്ഞ ആൾക്കാരുടെ അല്ലേ സമൂഹത്തിൽ ഇപ്പം മൈനോറിറ്റി ആയിട്ടുള്ളവർ പവർ കുറഞ്ഞവരാണ്. അതുപോലെ പിള്ളേർക്ക് പവർ കുറവാണ്, വനിതകൾക്ക് മസിൽ പവറൊക്കെ ആണുങ്ങളെ അപേക്ഷിച്ച് കുറവല്ലേ. ഇന്ന് വനിതകളും ആണുങ്ങളും സ്ത്രീയും പുരുഷനും എല്ലാം തുല്യമാണ്. എന്നാലും ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും വനിതകളുടെ അവകാശങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, നമുക്കറിയാമല്ലോ.
അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞത് എന്താണ്, മൈനോറിറ്റി ന്യൂനപക്ഷത്തിന് കുറവാണ്, കുഞ്ഞുങ്ങൾക്ക് കുറവാണ്, വനിതകൾക്ക് കുറവാണ്, അതുപോലെ പുറകോട്ട് നിൽക്കുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിന് കുറവാണ്, SC ST വിഭാഗങ്ങൾക്ക് കുറവാണ്. അങ്ങനെ അവരെല്ലാം ഒന്ന് ഓർത്തേ, പുറകോട്ട് നിൽക്കുന്ന കുറച്ച് പവർ കുറഞ്ഞ ആൾക്കാർ, പവർ കുറഞ്ഞവർക്കെല്ലാം മനുഷ്യാവകാശം അവസരം കിട്ടിയാൽ ഈ സിനിമയിലെ വില്ലന്മാരെ പോലുള്ള ആൾക്കാർ അവരുടെ മനുഷ്യാവകാശത്തിൽ കടന്നുകയറ്റത്തിന് ശ്രമിക്കും അല്ലേ. അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഓർത്തേ, മനുഷ്യാവകാശവും അവരുടെ പവർ കുറഞ്ഞവർക്കാണ് കൂടുതലായിട്ട് ചിലപ്പം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലംഘനം നടക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ ഉണ്ടല്ലോ. ഇപ്പം വനിതകൾക്ക് വേണ്ടി വനിതാ കമ്മീഷനുണ്ട്, SC ST അവർക്ക് വേണ്ടി പട്ടികവർഗ കമ്മീഷനുണ്ട്, പട്ടികജാതി കമ്മീഷനുണ്ട്, മൈനോറിറ്റിക്ക് വേണ്ടി ന്യൂനപക്ഷ കമ്മീഷനുണ്ട്, അതുപോലെ എന്താണ് ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടി പിന്നാക്ക വിഭാഗ കമ്മീഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കാവുന്ന ഒരു വ്യക്തികളാണ് ഈ ഭിന്നശേഷിക്കാരൊക്കെ, എന്തെങ്കിലുമൊക്കെ കുറവൊക്കെ ഉള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അവരെയൊക്കെ വേണം ചൂഷണം ചെയ്തേക്കാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം അവരെ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ, അപ്പോൾ അവർക്കൊക്കെ എക്സ്ട്രാ വേണം. അപ്പോൾ അവർക്കൊരു കമ്മീഷൻ ഉണ്ടല്ലോ. അപ്പം ആ രീതിയിൽ തന്നെ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാലാവകാശ കമ്മീഷൻ, NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇതിൻ്റെ എല്ലാം ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗമാണ്. അപ്പോൾ കമ്മീഷൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, അതുപോലെ അത്രയും ബാലാവകാശ കമ്മീഷൻ ഇത്രയേ ഉള്ളൂ. NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഇത്രയും കമ്മീഷനുകളുടെ ചെയർപേഴ്സൺമാർ ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ചിലപ്പോൾ ഈ എന്താണ് മറ്റേ ഭിന്നശേഷി, അത് തന്നെ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ എന്ന് ആയിരിക്കത്തില്ല ചോദ്യപേപ്പറിൽ കാണുന്നത്. ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ആ രീതി ഓപ്ഷനിൽ വന്നാലും നമ്മൾ എഴുതിക്കോണം. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണല്ലോ ഭിന്നശേഷിക്കാർ. ഇത്രയും പേര്, ഒന്ന് പവർ കുറഞ്ഞവർ, പുറകോട്ട് നിർത്തപ്പെടുന്നവരെ അവരുടെ അവകാശം ചൂഷണം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഓർത്താൽ ആ രീതിയിൽ ഇവരുടെ എല്ലാം കമ്മീഷൻ്റെ ചെയർമാൻമാർ ഇവിടുത്തെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണെന്ന് കണക്ട് ചെയ്യാമല്ലോ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, അതുപോലെ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ. ഇതിൻ്റെ എല്ലാം ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ നമ്മളുടെ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇനി കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണം. അതുപോലെ അദ്ദേഹം കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുകയും വേണം. ഇങ്ങനെ ഒരു സംഭവം പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരു സെക്ഷനാണ് സെക്ഷൻ 3(4). സെക്ഷൻ 3(4). മനുഷ്യാവകാശ കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണം. സെക്രട്ടറി ജനറൽ എസ്സിലാണല്ലോ തുടങ്ങുന്നത്. എസ് ഒന്ന് ഇങ്ങനെ മുകളിലത്തെ ഭാഗം ഒന്ന് മാറ്റി എഴുതിയാൽ അത് 3 പോലെ വരത്തില്ലേ, 3. അപ്പം 3 എന്ന ആ ഒരു സെക്ഷൻ 3ലേക്ക് കണക്ട് ചെയ്യാമല്ലോ. സെക്രട്ടറി ജനറൽ 3. ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കണമെന്നും നിയമത്തിൽ സെക്ഷൻ 3(4) പറയുന്നു. 3(4) സെക്ഷൻ 3(4). എന്നോടെ പറയാം, കമ്മീഷൻ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കണമെന്നും മനുഷ്യാവകാശ നിയമത്തിൽ സെക്ഷൻ 3(4)ൽ പറയുന്നു. സെക്ഷൻ 3(4) ഞാൻ ഈ പറയുമ്പോൾ തന്നെ പഠിച്ചോണം കേട്ടോ. പിന്നത്തേന് നിങ്ങൾ ഒന്ന് അലസമട്ടി കേട്ടിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പഠിക്കാമെന്ന് ഓർക്കരുത്. ഈ കേൾക്കുന്ന മൊമെൻറ്റിൽ തന്നെ മനസ്സിൽ പറഞ്ഞ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു പോവുക. കമ്മീഷൻ ഒരു സെക്രട്ടറി ജനറൽ, എസ് തിരിച്ച് ഞാൻ 3 ആക്കിയതൊക്കെ പറഞ്ഞല്ലോ, 3(4) സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കണമെന്നും മനുഷ്യാവകാശ നിയമം സെക്ഷൻ 3(4)ൽ പ്രതിപാദിക്കുന്നു. അതുപോലെ ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും ഒക്കെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്ക് എന്ന രീതിയിൽ ചോദ്യം വരും. എന്തായാലും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ പ്രസിഡന്റ് തന്നെയല്ലേ. സോ രാജിക്കത്തും പ്രസിഡന്റിന് തന്നെ സമർപ്പിച്ചാൽ മതി. പ്രസിഡന്റിന് തന്നെയാണ് ചെയർപേഴ്സണും മറ്റംഗങ്ങളും എല്ലാം രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. നമ്മുടെ ചെയർപേഴ്സണും എല്ലാ അംഗങ്ങളും 5 അംഗങ്ങളുണ്ടല്ലോ, ഇവരെല്ലാം രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് പ്രസിഡന്റിനാണ് എന്നറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വല്ല ബോട്ടിലോ അല്ലെങ്കിൽ റിമോട്ടോ ഒക്കെ നമ്മുടെ മേശപ്പുറത്ത് വെച്ചിട്ട് അതിനെ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് മൂവ് ചെയ്യിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു
പഞ്ച് കൊടുക്കാമല്ലോ, ഒരു ഇടി കൊടുത്താൽ അത് തെറിച്ച് പൊക്കോളും അല്ലേ, ഒന്ന് നീങ്ങി പൊക്കോളും. എടുത്തു മാറ്റാം, എന്നാലും നമ്മൾ ഇടി കൊടുക്കുന്ന പഞ്ച് കൊടുക്കുന്ന ആ ഒരു സംഭവം ഓർത്താൽ മതി. നീക്കം ചെയ്യണമെങ്കിൽ, അല്ലാതെ പറഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ നമ്മുടെ അനിയന്മാരെയൊക്കെ ഓർത്താൽ മതി. അനിയന്മാരെ അനിയത്തിമാരൊക്കെ ഇത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പറഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ ഒരു പഞ്ച് കൊടുക്കും. ഒരു പഞ്ച് കൊടുത്ത് ഒരു ഇടി കൊടുക്കുമ്പോൾ അവർ മാറിക്കോളും. പഞ്ച്, അഞ്ചിലേക്ക് എത്താമല്ലോ, പഞ്ചിൽ നിന്ന് 5 പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്നത് അതിനുള്ള അധികാരം പ്രസിഡന്റിനാണെന്ന് പറഞ്ഞു. ഇത് പ്രതിപാദിക്കുന്നത് 5-ാം വകുപ്പിലാണ്. 5-ാം വകുപ്പിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. മനുഷ്യാവകാശ നിയമത്തിലെ 5-ാം വകുപ്പിലാണ് ഈ ഒരു സംഭവം പ്രതിപാദിക്കുന്നത്. ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് എന്ന് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ 5-ാം വകുപ്പാണ്. അപ്പോൾ 5-ാം വകുപ്പ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഇനിയുണ്ട് 5-ാം വകുപ്പിൽ തന്നെ 5(2), 5(3) അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ 5ആണല്ലോ നീക്കം ചെയ്യുന്ന വകുപ്പ്, അതൊന്ന് മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചല്ലോ. ബാക്കി നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റും. ഇനി ഈ 5-ാമത്തെ വകുപ്പിലെ സെക്ഷൻ 5(2) സെക്ഷൻ പ്രകാരം 5(2) സെക്ഷനിൽ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള 2 കാരണം പറയുന്നുണ്ട്. പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ, ഇൻകേപ്പബിൾ, മിസ്ബിഹേവിയർ, ആ ഒരു സംഭവം. പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ എല്ലാ ഇതിലും നമ്മുടെ ഇപ്പം നീക്കം ചെയ്യുന്നതിൽ പ്രസിഡന്റിനെ ആണെങ്കിലും ഈ ഒരു സംഭവം, ഈ 2 ടേമുകളുണ്ടല്ലോ, പെരുമാറ്റ ദൂഷ്യവും കഴിവില്ലായ്മയും. 5(2)ൽ പറയുന്നതാണ്, അതോർത്തോണം. 5(2) സെക്ഷൻ 5(2)ൽ പറയുന്ന നീക്കം ചെയ്യുന്നതിനുള്ള 2 കാരണങ്ങളാണ് പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ. 5(3)ലും കുറച്ച് നീക്കം ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 5(2)ലാണ് പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ. മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 5(2) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ. ഓക്കെ, ഇനി നീക്കം ചെയ്യുന്നതിന് കുറച്ച് പ്രക്രിയയുണ്ട്. ചുമ്മാ അങ്ങോട്ട് നീക്കം ചെയ്യുമല്ല, ആ പ്രക്രിയ 5(2)ൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റിന് നേരിട്ട് നീക്കം ചെയ്യാം, അത് 5(3)ലാണ് പറയുന്നത്. ഇപ്പം 5(2)ൽ പറയുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രക്രിയ എന്ന് പറഞ്ഞ് ഈയിടെ അടുത്ത് ഒരു ട്രോൾ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഭീഷ്മപർവ്വത്തിലെ നമ്മുടെ പേരെന്താണ് നടൻ്റെ, പേര് കിട്ടുന്നില്ല, ഷൈൻ ടോം ചാക്കോ, അവനുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ പ്രക്രിയ സെക്ഷൻ 5(2)ൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ മറ്റംഗങ്ങളെയും നീക്കം ചെയ്യുന്നതിനുള്ള പ്രക്രിയ, ആ ഒരു പ്രോസസ്സ് പറയുന്നു. ആദ്യം രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് ഈ ഒരു സംഭവം റെഫർ ചെയ്യുന്നു. രാഷ്ട്രപതിക്കാണല്ലോ ഏറ്റവും അധികാരം. അപ്പോൾ രാഷ്ട്രപതി നീക്കം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ ഒരു സംഭവം സുപ്രീം കോടതിക്ക് അങ്ങോട്ട് റെഫർ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുന്നു. ഉടനെ സുപ്രീം കോടതി കയറി നീക്കം ചെയ്യുമൊന്നുമല്ല, സുപ്രീം കോടതി ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കും, അന്വേഷണ വിചാരണയും കാര്യങ്ങളൊക്കെ നടത്തും. സുപ്രീം കോടതി അന്വേഷണ വിചാരണ നടത്തുന്നു. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് പറയുന്നു, സുപ്രീം കോടതി ഇതിൻ്റെ അന്വേഷണ വിചാരണ നടത്തുന്നു. ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു റിപ്പോർട്ട് തയ്യാറാക്കും. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യണമെന്നാണ് അതിനകത്ത് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊക്കെ അനുസരിച്ച് അയാളെ അല്ലെങ്കിൽ വ്യക്തിയെ നീക്കം ചെയ്യുന്നു. ഓർത്തിരിക്കുക, രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുന്നു, സുപ്രീം കോടതി അന്വേഷണ വിചാരണ നടത്തുന്നു, അതിനുശേഷം 3-ാമത്തെ സ്റ്റെപ്പിൽ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് നീക്കം ചെയ്യേണ്ടതാണ് എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയുടെ ഉത്തരവ് വഴി നീക്കം ചെയ്യുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഓർത്തിരുന്നാൽ മതി. ആ ഒരു ഓർഡറിൽ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ആദ്യം രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുന്നു, സുപ്രീം കോടതി അന്വേഷണ വിചാരണ നടത്തുന്നു, അതിനുശേഷം റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നു. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കുന്നു. ഉത്തരവ് വഴി നീക്കണമെന്നാണെങ്കിൽ രാഷ്ട്രപതിയുടെ ഉത്തരവ് പ്രകാരം നീക്കം ചെയ്യുന്നു. ഓക്കെ, അതാണ് 5(2)ൽ പറയുന്ന ചെയർമാനെയും മറ്റംഗങ്ങളെയും നീക്കം ചെയ്യുന്നതിനുള്ള പ്രക്രിയ. അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങളും 5(2)ൽ പറയുന്നുണ്ട്. കഴിവില്ലായ്മയും പെരുമാറ്റ ദൂഷ്യവും മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 5(2)ൽ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയൊക്കെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് പെരുമാറ്റ ദൂഷ്യവും കഴിവില്ലായ്മയും. ഓക്കെ, അതിൻ്റെ പ്രോസസ്സും 5(2)ൽ പറയുന്നുണ്ട്. പ്രോസസ്സാണ് പറഞ്ഞത്. ആദ്യം രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുന്നു, സുപ്രീം കോടതി അന്വേഷണ വിചാരണ നടത്തുന്നു, റിപ്പോർട്ട് ഉണ്ടാക്കി സമർപ്പിക്കുന്നു, അതിനുശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി വേണ്ട തീരുമാനം എടുക്കുന്നതാണ് 4 സ്റ്റെപ്പ്. ഓക്കെ, ഇനി 5(3)ൽ സെക്ഷൻ 5(3)ൽ മനുഷ്യാവകാശ നിയമത്തിലെ 5(3) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ ഇതൊന്നും അല്ലാതെ വേറെ കുറച്ച് ഗ്രൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് നേരിട്ട് നീക്കം ചെയ്യാം 5(3) പ്രകാരം. 5(3)ൽ വേറെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് മനുഷ്യാവകാശ നിയമത്തിലെ 5(3)ൽ. ഓക്കെ, രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങൾ. ഒന്നാമത്തേത്, അയാൾ ഇൻസോൾവെൻറ്റ്, നിർധനൻ എന്ന്
വിധിക്കപ്പെടുകയാണെങ്കിൽ, ഫസ്റ്റ് പോയിന്റ്, അയാൾ നിർധനൻ എന്ന്, ടേം ഓർത്തിരിക്കുക, നിർധനൻ എന്ന് വിധിക്കപ്പെടുകയാണെങ്കിൽ. 2, തൻ്റെ ഉദ്ദേശ കാലയളവിൽ അയാൾ വേറെ ഏതെങ്കിലും ശമ്പളമൊക്കെ തൊഴിലിലൊക്കെ ഏർപ്പെട്ട് കാശുണ്ടാക്കുകയാണെങ്കിൽ. ഒന്നാമത്തേത് നിർധനൻ എന്ന് വിധിക്കപ്പെടുക. രണ്ടാമത്തേത് തൻ്റെ ഉദ്യോഗ കാലാവധിക്കുള്ളിൽ തൻ്റെ ഉദ്യോഗത്തിൻ്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേതനം ലഭിക്കുന്ന മറ്റൊരു തൊഴിലിൽ ഏർപ്പെടുകയാണെങ്കിൽ. ഒന്നാമത്തേത് നിർധനൻ എന്ന് വിധിക്കപ്പെടുക, രണ്ടാമത്തേത് വേതനം ലഭിക്കുന്ന മറ്റൊരു തൊഴിലിൽ ഏർപ്പെടുകയാണെങ്കിൽ. പിന്നെ അദ്ദേഹത്തിന് മാനസികം ശാരീരികവും ഒക്കെ ആയിട്ട് ഈ ഒരു പൊസിഷനിൽ തുടരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, നമുക്കിതെല്ലാം കാണാതെ പഠിക്കാതെ തന്നെ ഓർത്തിരിക്കാം. ഈ ഒരു കോൺസെപ്റ്റ് അങ്ങ് മനസ്സിൽ ഓർത്താൽ മതി. ഒരു സാധാരണ കാരണങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെ ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റാതാകുമ്പോഴല്ലേ അയാളെ മാറ്റുന്നത്. അപ്പം ശാരീരികവും മാനസികവും ഒക്കെ ആയി ബന്ധപ്പെട്ട് അയാൾക്ക് അയാൾ ഇൻകേപ്പബിൾ ആണെങ്കിൽ അയാളെ മാറ്റാം. മാനസികമോ ശാരീരികവുമായ ദൗർബല്യം നിമിത്തം ഉദ്യോഗത്തിൽ തുടരുവാൻ അയോഗ്യനാവുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നീക്കം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നിർധനൻ എന്ന് വിധിക്കപ്പെടുക, രണ്ടാമത്തേത് പുറമെ വേതനം ലഭിക്കുന്ന തൊഴിലിൽ ഏർപ്പെടുക, തൻ്റെ ഉദ്യോഗ കാലാവധിക്കുള്ളിൽ തൻ്റെ ഉദ്യോഗത്തിൻ്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ, ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ നിൽക്കുന്നതിന് പുറമെ വേറെ കാശ് കിട്ടുന്ന പണിക്ക് പോയാൽ അതും നീക്കം ചെയ്യാൻ കാരണമാണ്. പിന്നെ മാനസികമായോ ശാരീരികമായോ ദൗർബല്യം നിമിത്തം ഉദ്യോഗത്തിൽ തുടരുവാൻ അയോഗ്യനാവുക, അങ്ങനെയാണെങ്കിലും നീക്കം ചെയ്യാം. 2 സംഭവങ്ങളോടുണ്ട്. മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത, മെൻ്റലി അൺസൗണ്ട് ആണെങ്കിൽ, ചിത്തഭ്രമം ഉള്ളവനായിരിക്കുകയും അത് കോടതിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ചിത്തഭ്രമം ഉണ്ടെങ്കിൽ അത് കോടതി ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ ഈ രീതിയിൽ നീക്കം ചെയ്യാം. ചിത്തഭ്രമം ഉള്ളവനായിരിക്കുകയും ക്ഷമതയുള്ള ഒരു കോടതിയാൽ അപ്രകാരം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുക, അങ്ങനെയാണെങ്കിലും നീക്കം ചെയ്യാം. ആ ഒരു ടേം മാത്രം ഓർത്താൽ മതി. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി വെക്കുകയൊന്നും വേണ്ടല്ലോ, അതൊന്ന് മനസ്സിലാക്കി പോയാൽ മതി, പോരെ. അപ്പോൾ ആദ്യം നിർധനൻ, രണ്ടാമത്തേത് വേറെ ശമ്പളം മേടിക്കുക, മൂന്നാമത്തേത് മാനസികം ശാരീരികമായിട്ട് ഇൻകേപ്പബിൾ, നാലാമത്തേത് ചിത്തഭ്രമം, അത് കോടതിയിൽ പ്രഖ്യാപിക്കപ്പെടുക. അടുത്തത് രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ദൂഷ്യം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് കുറ്റസ്ഥാപനം ചെയ്യപ്പെടുകയും തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക. അപ്പം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക. രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ദൂഷ്യം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് കുറ്റസ്ഥാപനം എന്ന് വെച്ചാൽ ആ കുറ്റം സമർത്ഥിക്കുക, കുറ്റസ്ഥാപനം ചെയ്യപ്പെടുകയും തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നീക്കം ചെയ്യാം. അപ്പോൾ ഇത്രയും ഗ്രൗണ്ട്സിൽ ഇദ്ദേഹത്തെ, നമ്മുടെ മെമ്പറെയൊക്കെ, ചെയർമാനെയൊക്കെ നീക്കം ചെയ്യാം 5(3) പ്രകാരം. ഓർത്തിരിക്കുക, മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 5(3) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ ഈ 4-5 എണ്ണം. 5 എണ്ണമല്ലേ, 1, 2, 3, 4, 5 തന്നെ, 5 കാരണങ്ങൾ. അത് ഞാൻ വീണ്ടും പറയുന്നു, കാണാതെ പഠിക്കേണ്ട, ആ ഒരു ഓർഡർ ഒന്ന് ഓർത്ത് പോയാൽ മതി. ആദ്യം നിർധനൻ, പിന്നെ വേറെ തൊഴിൽ, മാനസികവും ശാരീരികവുമായിട്ട് ഇൻകേപ്പബിൾ, ചിത്തഭ്രമമുള്ളവൻ, അത് കോടതിയിൽ പ്രഖ്യാപിക്കപ്പെടുന്നു. നാലാമത്തേത് ഏതെങ്കിലും കുറ്റത്തിൽ ശിക്ഷിക്കപ്പെടുക, അത് രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ദൂഷ്യം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് കുറ്റസ്ഥാപനം ചെയ്യപ്പെടുകയും തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്ന് ഓർത്തിരിക്കുക. ഒറ്റവട്ടോടെ പറയാം. സെക്ഷൻ 5(3) ആദ്യത്തേത് നിർധനൻ, രണ്ടാമത്തേത് വേറെ തൊഴിലിൽ നിന്ന് കാശുണ്ടാക്കുക, മാനസികവും ശാരീരികവുമായിട്ട് ഇൻകേപ്പബിൾ, നാലാമത്തേത് ചിത്തഭ്രമം, അഞ്ചാമത്തേത് ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക. ഓക്കെ, അതാണ് 5 കാര്യങ്ങൾ മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 5(3) പറയുന്നത്, രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനുള്ള അധികാരം. അപ്പോൾ 5 രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ 5-ാം വകുപ്പിലാണ് പറയുന്നത്. ചെയർമാനെ, അംഗങ്ങളെയൊക്കെ 5(2) അതിൻ്റെ കാരണങ്ങളായി പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ പറഞ്ഞു. 5(2) പിന്നെ അതിൻ്റെ ആ ഒരു പ്രക്രിയ പറഞ്ഞു. 5(3) രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനുള്ള വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മളിപ്പം ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന സംഭവം, എപ്പോഴും PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി എത്ര എന്നുള്ളത്. നേരത്തെ അംഗങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ മനുഷ്യാവകാശ അക്ഷരങ്ങളുടെ എണ്ണം കൂട്ടിയാണ് അംഗങ്ങളുടെ എണ്ണം നമ്മൾ കണക്ട് ചെയ്ത്. പക്ഷേ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് മനുഷ്യാവകാശമാണല്ലോ. മനുഷ്യൻ, മായിലാണ്, ആ മായ എന്ന അക്ഷരം വീണ്ടും എടുക്കുന്നത്, മായിലാണല്ലോ തുടങ്ങുന്നത്, മായ എടുക്കുന്നു. മായിൽ തുടങ്ങുന്ന ഒറ്റസംഖ്യ ഏതാണ്? 3 മാത്രമല്ലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി ഓർത്തിരിക്കുക, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി അവസാനിക്കുമ്പോൾ അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പദവികളൊന്നും തന്നെ വഹിക്കാൻ അർഹരല്ല എന്നും അറിഞ്ഞിരിക്കുക. ഇതോടുകൂടി വേറെ മറ്റ് പദവികളൊന്നും വഹിക്കാൻ അർഹരല്ല. കാലാവധി എത്രയാണ്? 3 വർഷവും അല്ലെങ്കിൽ
70 വയസ്സ്. നേരത്തെ ഞാൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരുണ്ടടാ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അരുൺ കുമാർ മിശ്രയാണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അത് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യത്തേതും ഒരു മിശ്രയാണെന്ന് പറഞ്ഞു. ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രംഗനാഥ് മിശ്ര. ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ രംഗനാഥ് മിശ്ര. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ MN വെങ്കട ചെല്ലയ്യ. ആദ്യത്തേത് രംഗനാഥ മിശ്ര, രണ്ടാമത്തേത് MN വെങ്കട ചെല്ലയ്യ. അതൊന്ന് ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക. MN വെങ്കട ചെല്ലയ്യ, രണ്ടാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ MN വെങ്കട ചെല്ലയ്യ. ഇനി ഇതിൻ്റെ ചെയർമാനായ മലയാളി ആര് എന്ന് ചോദിക്കാം. അത് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ മലയാളി KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ മലയാളി ആര് എന്ന് ചോദിച്ചാൽ KG ബാലകൃഷ്ണൻ. ഒന്നാമത്തേത് രംഗനാഥ മിശ്ര, രണ്ടാമത്തേത് MN വെങ്കട ചെല്ലയ്യ, മലയാളിയായ ചെയർമാനായ മലയാളി KG ബാലകൃഷ്ണൻ. ഒറ്റ ഒരെണ്ണോടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത ആര് എന്ന് ചോദിക്കാം. അത് ഫാത്തിമ ബീവി ആണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ഫാത്തിമ ബീവി. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് രംഗനാഥ മിശ്ര, രണ്ടാമത്തേത് വെങ്കട ചെല്ലയ്യ, ചെയർമാനായ മലയാളി KG ബാലകൃഷ്ണൻ, അതിൽ അംഗമായ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയർമാൻ്റെ അസാന്നിധ്യത്തിൽ മറ്റൊരു അംഗത്തെ ചെയർമാനായി അധികാരപ്പെടുത്തും. അത് പറയുന്ന ഒരു സെക്ഷനുണ്ട്, സെക്ഷൻ 7 പ്രകാരം ചെയർമാൻ്റെ അസാന്നിധ്യത്തിൽ അംഗങ്ങളിൽ ഒരാളെ ചെയർമാനായി പ്രവർത്തിക്കാൻ അധികാരപ്പെടുത്തുന്നു. അപ്പോൾ സെക്ഷൻ 7 പ്രകാരമാണ് ചെയർമാൻ്റെ അസാന്നിധ്യത്തിൽ അംഗങ്ങളിൽ ഒരാളെ ചെയർമാനായി പ്രവർത്തിക്കാൻ അധികാരപ്പെടുത്തുന്നത്. അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി, ഇപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധത്തിലൊക്കെ വലിയ ഭരണാധികാരികളെ വീഴുകയാണെങ്കിൽ മറ്റൊരാളെ ഭരണാധികാരിയാക്കുന്നു, അല്ലെങ്കിൽ സൈനിക തലവനാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ. അപ്പോൾ വീഴുകയാണെങ്കിൽ മറ്റൊരാൾ, വീഴുക 7. അപ്പോൾ ചെയർമാൻ വീഴുകയാണെങ്കിൽ പുതിയ ആളെ അത്രയും നേരത്തേക്ക് എണീക്കുന്നവരെ അവിടെ ഇരുത്തുമെന്നൊക്കെ ഓർത്ത്, വീഴുക എന്ന വാക്കിൽ നിന്ന് 7ലേക്ക് എത്താൻ വേണ്ടിയാണ്. അപ്പോൾ സെക്ഷൻ 7 പ്രകാരമാണ് ചെയർമാൻ്റെ അസാന്നിധ്യത്തിൽ അംഗങ്ങളിൽ ഒരാളെ ചെയർമാനായി പ്രവർത്തിക്കുവാൻ അധികാരപ്പെടുത്തുന്നത്. ഓർത്തിരിക്കുക, സെക്ഷൻ 7 പ്രകാരം ചെയർമാൻ്റെ അസാന്നിധ്യത്തിൽ അംഗങ്ങളിൽ ഒരാളെ ചെയർമാനായി പ്രവർത്തിക്കുവാൻ അധികാരപ്പെടുത്തുന്നു. ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളുടെയൊക്കെ കാര്യക്ഷമമായ നിർവഹണത്തിന് വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും കുറച്ച് പോലീസുകാരെയൊക്കെ ഉപയോഗിക്കാം. അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിയമിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷൻ്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് നിയമിക്കുന്നു. അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഏത് പൊസിഷനിൽ കുറവല്ലാത്ത പോലീസുകാരനെ ആയിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ വന്നാൽ ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷൻ്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് വേണ്ടി നിയമിക്കുന്നു. ഓക്കെ, മനുഷ്യാവകാശ കോടതി എന്നൊരു സംഭവമുണ്ട്. മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 30 ഈ മനുഷ്യാവകാശ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. സെക്ഷൻ 30 മനുഷ്യാവകാശ കോടതി. ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കേസൊക്കെ പെട്ടെന്ന് നടത്താൻ വേണ്ടി സർക്കാരൊക്കെ ഇടപെട്ട് ഓരോ ജില്ലയിലെയും സെഷൻസ് കോടതിയെ മനുഷ്യാവകാശ കോടതിയൊക്കെയായി മാറ്റാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ മനുഷ്യാവകാശ കോടതി സെക്ഷൻ 30 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 30 മനുഷ്യാവകാശ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. ഓർത്തിരിക്കുക, മനുഷ്യാവകാശ കോടതി സെക്ഷൻ 30 ഡയറക്റ്റായി തന്നെ പഠിച്ചു പോവുക. മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 30 പ്രതിപാദിക്കുന്നത് മനുഷ്യാവകാശ കോടതി. മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 30 പ്രതിപാദിക്കുന്നത് മനുഷ്യാവകാശ കോടതി. മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ഉദ്ഭവിക്കുന്ന കുറ്റങ്ങൾക്ക് ദ്രുതഗതിയിലുള്ള പെട്ടെന്നുള്ള വിചാരണ ഏർപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരിന് ചീഫ് ജസ്റ്റിസിന്റെ യോജിപ്പോടുകൂടി ഓരോ ജില്ലയിലും സെഷൻസ് കോടതിയെ മനുഷ്യാവകാശ കോടതിയായി അധികാരപ്പെടുത്താവുന്നതാണ്. ഇതാണ് സെക്ഷൻ 30 പറയുന്നത്. അതാണ് മനുഷ്യാവകാശ കോടതി. ഓക്കെ, അപ്പം മനുഷ്യാവകാശ കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 30. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലാദ്യത്തെ പോയിന്റ്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ
ഡേറ്റാണ്. അത് 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ ഞാൻ പറയാം. ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. കേരളത്തിലെ കുറച്ച് പൊക്കി പറഞ്ഞുകൊണ്ടാണ് സെൻറ്റൻസ്, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ കേരളത്തിന് നമ്മളല്ലാതെ ആര് പൊക്കാനാണ്. അപ്പം സെൻറ്റൻസ് ഞാൻ പറയാം. നമ്മുടെ കേരള സംസ്ഥാനത്ത് ആരുടെയെങ്കിലുമൊക്കെ മനുഷ്യാവകാശം ലംഘിച്ചാൽ അവൻ 8ൻ്റെ പണി കൊടുക്കും, അല്ലെങ്കിൽ അവനെ വെട്ടി നുറുക്കുമെന്ന് ഓർത്ത് 8ൻ്റെ പണി കൊടുക്കും. അങ്ങനെ ഓർത്ത് 8ൻ്റെ പണി കൊടുക്കും. അപ്പോൾ 8ൻ്റെ പണി 8 98 എത്താമല്ലോ. 98 8ൻ്റെ പണി കൊടുക്കും, അവനെ വെട്ടി നുറുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വെട്ടി നുറുക്കും എന്ന വാക്കിൽ നിന്നും 8 എത്താം. ഞാൻ ഈ ഒരു നമ്പർ മാത്രം വർഷത്തിനെ കണക്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ഇത് പഠിക്കുന്ന ഒരാൾക്ക് മെയിൻലി സംശയം വരുന്നത് പരീക്ഷയ്ക്ക് 98 ആണോ 93 ആ ഒരു എന്താ പറയുക ഡെക്കേഡിലെ കുറച്ച് വർഷങ്ങളായിരിക്കും. അപ്പോൾ 8ൻ്റെ പണി കേരള സംസ്ഥാനത്ത് ആരെങ്കിലും മനുഷ്യാവകാശം ലംഘിക്കാൻ ശ്രമിച്ചാൽ അവൻ 8ൻ്റെ പണി കൊടുക്കും, വെട്ടി നുറുക്കും എന്നൊക്കെ ഓർത്താൽ ആ ഒരു സെൻറ്റൻസ് വെച്ച് നമുക്ക് 8 എത്തി നമ്മൾ ഒന്നുകൂടെ മൈൻഡിൽ ഉറപ്പാവും 98 ആണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ 1998. ഇനി വെട്ടി നുറുക്കുമെന്ന് പറഞ്ഞല്ലോ. വെട്ടി നുറുക്കുന്നത് ഇപ്പോൾ സാമ്പാർ കഷ്ണങ്ങൾ അരിയുന്ന പോലെ ഓരോന്നായിട്ട് വെട്ടി നുറുക്കുമെന്ന് ഓർത്തേ. സാമ്പാറിൽ കഷ്ണങ്ങൾ അരിയുന്ന പോലെ ഓരോന്നായിട്ട് വെട്ടി നുറുക്കും. ഓരോന്നായിട്ട് വെട്ടി നുറുക്കും. ഒന്ന് 11 സാമ്പാർ ഡിസംബർ 1998 ഡിസംബർ 11 ഓർത്തിരിക്കുമല്ലോ. ഇനി മറക്കരുത്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11. ഓക്കെ. ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയായിരിക്കും? അതെന്തായാലും തിരുവനന്തപുരമായിരിക്കും. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് എന്ന് ചോദിക്കാം. ദേശീയം ആണെങ്കിൽ അത് പ്രസിഡൻ്റാണ്. സംസ്ഥാനമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. അതുപോലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷെ നീക്കം ചെയ്യാൻ പ്രസിഡന്റിന് മാത്രമേ അധികാരമുള്ളൂ. ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ നമ്മൾ 5, 1, 6 പഠിച്ചു. പക്ഷേ ഇവിടെ 3. ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാറിപ്പോകരുത്. മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 3. ഓർത്തിരിക്കുക. ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 3. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ അല്ലേ ഗവർണർ നിയമിക്കുന്നത്. ഗവർണർ ഗായിലാണല്ലോ തുടങ്ങുന്നത്. എന്നിങ്ങനെ നേരെ എഴുതിയാൽ ഇങ്ങനെ ഒരു സംഭവം വരത്തില്ല, എസ് പോലെ. എസിൻ്റെ മുകളിലത്തെ ആ ഒരു വാള് പോലത്തെ ഭാഗം തിരിച്ചിട്ടാൽ അത് 3 ആവും അല്ലേ. 3 അംഗങ്ങൾ. അങ്ങനെ ഗവർണർ നിയമിക്കുന്നിടത്ത് 3 വർഷമേ കാലാവധി ഉള്ളെന്ന് ഓർക്കാമല്ലോ. 3 വർഷം കാലാവധിയല്ല, 3 അംഗങ്ങളെ ഉള്ളെന്ന്. 3 അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 3 അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഈ ഓരോ ചെയർമാൻ്റെയും ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ. അതല്ലേ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആദ്യം പഠിച്ചത്. അതുതന്നെയാണ് ഇവിടെയും പഠിക്കാൻ പോകുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായി വിരമിച്ച ഒരു വ്യക്തിയാണ് ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായി വിരമിച്ച വ്യക്തി. മറ്റേ ദേശീയ തലത്തിൽ ആരാണ്? അത് സുപ്രീം കോടതി. അത് സുപ്രീം കോടതി മാറി ഹൈക്കോടതി ആയെന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് ഓർത്തിരിക്കാമല്ലോ. സംസ്ഥാനമാണെങ്കിൽ ഹൈക്കോടതി, ദേശീയമാണെങ്കിൽ സുപ്രീം കോടതി. അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അല്ലെങ്കിൽ ജഡ്ജിയായി വിരമിച്ച ഒരു വ്യക്തിയാണ് ചെയർപേഴ്സണായി നിയമിക്കുന്നത്. മൊത്തം 3 അംഗങ്ങളല്ലേ. അപ്പോൾ ചെയർപേഴ്സണായപ്പോൾ 1 അംഗമായി. ഇനി 2 പേരുടെ ഉള്ളൂ. മറ്റംഗങ്ങളുടെ യോഗ്യതയൊക്കെ പറയാം. ഒരാൾ എന്തായാലും മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച അറിവൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കുമല്ലോ. അത് നമുക്ക് ഉറപ്പിക്കാം. നേരത്തെ ദേശീയ തലത്തിലാണെങ്കിൽ അത് 3 പേര് ആ ഒരു ലെവലിൽ എന്താ പറയുക വിവരമുള്ള വ്യക്തി ആയിരിക്കണം മനുഷ്യാവകാശ കാര്യങ്ങളിലൊക്കെ. ഇവിടെ ആകുമ്പോൾ അത് ഒരാളേ ഉള്ളൂ. പിന്നെ ഒരാളുടെയും കൂടെ പഠിച്ചാൽ മതി. അയാളുടെ യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ച വ്യക്തി. ഓർത്തിരിക്കുക. ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ച വ്യക്തി. അപ്പോൾ ഇതാണ് 3 പേരുടെയും ക്വാളിഫിക്കേഷൻ. ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായി വിരമിച്ച ഒരു വ്യക്തി, അതായിരിക്കണം ചെയർപേഴ്സണായി നിയമിക്കുന്നത്. മറ്റംഗങ്ങൾ ഒരാൾ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ച വ്യക്തിയായിരിക്കണം. സംസ്ഥാന ജില്ലാ ജഡ്ജി ഒന്നുകൂടെ പറയാം. ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ച വ്യക്തി.
മറ്റേ വ്യക്തി മനുഷ്യാവകാശ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അറിവുള്ള ഒരു വ്യക്തി, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഒക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കണം ആ ഒരു മൂന്നാമത്തെ മെമ്പർ. അങ്ങനെ 3 പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളായിട്ട് വേണ്ടത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇതിനെ ശുപാർശ ചെയ്യുന്ന, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ശുപാർശ ചെയ്യുന്ന ആ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ നമ്മൾ പഠിച്ചല്ലോ, പ്രധാനമന്ത്രിയിൽ തുടങ്ങി ആഭ്യന്തരമന്ത്രിയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയും ഓർത്താൽ മതി. ആദ്യം മുഖ്യമന്ത്രി ആയിരിക്കണം ചെയർപേഴ്സൺ. മുഖ്യമന്ത്രിയിൽ തുടങ്ങുന്നു, മറ്റേടത്തും പ്രധാനമന്ത്രിയാണല്ലോ, അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി. പിന്നെ ഇവിടെയും എന്താ പറയുക, സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഉണ്ട്. അവിടെ നമ്മുടെ മെയിൻ ഹോം അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, ഇവിടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി. അപ്പം മുഖ്യമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി. അപ്പം മുഖ്യമന്ത്രി വരുമ്പോൾ എന്തായാലും അദ്ദേഹത്തിനൊരു പ്രതിപക്ഷ നേതാവ്, ആ ഒരു രീതിയിൽ ഇക്വാലിറ്റി വരാൻ വേണമല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്, നിയമസഭയാണ്. അപ്പം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. നേരത്തെ ദേശീയ തലത്തിൽ പഠിച്ചപ്പോൾ നമ്മൾ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും ലോക്സഭയിലെ സ്പീക്കറും ഒക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടെ നിയമസഭയിലെ സ്പീക്കർ വേണം. നിയമസഭയിലെ സ്പീക്കറും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും. അതുപോലെ നിയമസമിതിയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ അതിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നുവെന്നും അറിഞ്ഞിരിക്കുക. ഇപ്പം സമിതിയുള്ള അങ്ങനെയുള്ള 2 ഹൗസുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ അതിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവും കൂടെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെയൊക്കെ കാര്യങ്ങളിലാണെങ്കിൽ നിയമസഭ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ രീതി ഓർത്താൽ മതി. മുഖ്യമന്ത്രി, അതുപോലെ ആഭ്യന്തരമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, പിന്നെ നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. ആ ഒരു 4 പേര്. ഇത്രയും പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കർ. ഓക്കെ. സംസ്ഥാന കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കണമെന്ന് മനുഷ്യാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് സെക്ഷൻ 21(3)ലാണ്. ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക. സംസ്ഥാന കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കണമെന്ന് മനുഷ്യാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് സെക്ഷൻ 21(3). ഒന്നുകൂടെ പറയാം. സംസ്ഥാന കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കണമെന്ന് മനുഷ്യാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് സെക്ഷൻ 21(3). നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ നമ്മുടെ ദേശീയ തലത്തിൽ ഒരു കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോലീസും അതുപോലെ അദ്ദേഹത്തിൻ്റെ താഴെ കുറച്ച് ഉദ്യോഗസ്ഥരൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ. ഇൻസ്പെക്ടർ ജനറലിൻ്റെ പദവിയിൽ താഴെയല്ലാത്തൊരു വ്യക്തി. അതുപോലെ ഒരാൾ ഇവിടെയും വേണം. പോലീസ് ഇൻസ്പെക്ടർ ജനറലിൻ്റെ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷൻ്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് നിയമിക്കുന്നു. ഇൻസ്പെക്ടർ ജനറലിൽ അപ്പോൾ അതിൻ്റെ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ. ഓക്കെ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്? ഗവർണർക്കാണോ? അല്ല, രാഷ്ട്രപതിക്കാണ്. ഗവർണർക്ക് നിയമിക്കാൻ മാത്രമുള്ള അധികാരമേ ഉള്ളൂ. നീക്കം ചെയ്യണമെങ്കിൽ ഇവിടെയും രാഷ്ട്രപതി തന്നെയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ നേരത്തെ 3 ആണെന്ന് ഞാൻ പറഞ്ഞു, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അതുപോലെ തന്നെ ഇവരുടെ കാലാവധിയും 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ MM പരീത് പിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ MM പരീത് പിള്ള. ജസ്റ്റിസ് MM പരീത് പിള്ള. ഓർത്തിരിക്കുക, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. അതുപോലെ തന്നെ നിലവിലെ ചെയർമാൻ ആൻ്റണി ഡൊമിനിക്കാണ്. നിലവിലെ ചെയർമാൻ ആൻ്റണി ഡൊമിനിക്ക്. ആദ്യത്തേത് പരീത് പിള്ള, നിലവിലെ ആൻ്റണി ഡൊമിനിക്ക്. ഡയറക്റ്റായിട്ട് പഠിച്ചു പോകുക ഇതൊക്കെ. ആദ്യത്തേത് പരീത് പിള്ള, നിലവിലെ ആൻ്റണി ഡൊമിനിക്ക്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള, അതുപോലെ നിലവിലെ ചെയർമാൻ ആൻ്റണി ഡൊമിനിക്. ഓക്കെ. അതുപോലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 കുറച്ച് പ്രധാന അധ്യായങ്ങളും പ്രതിപാദ്യ വിഷയങ്ങളും നമ്മൾ പഠിക്കണം. അതാണ് ഇനി പറയാൻ പോകുന്നത്. അധ്യായം 2, അധ്യായം 3, അധ്യായം 5, അധ്യായം 6 ഇവയൊക്കെയാണ്. അധ്യായം 2 പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 3 എന്താണ്?
ചുമതലകളും അധികാരങ്ങളും. അധ്യായം 3 കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളും. 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 3 ചുമതലകളും അധികാരങ്ങളും. 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. 6 മനുഷ്യാവകാശ കോടതി. നമ്മൾ നേരത്തെ സെക്ഷൻ 30 പറഞ്ഞില്ലേ മനുഷ്യാവകാശ കോടതി, അതുപോലെ തന്നെ 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്, 6 മനുഷ്യാവകാശ കോടതി. അതൊന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് കേട്ട് പഠിച്ചു പോവുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്താൽ മതി ഈ ഒരു അധ്യായങ്ങൾ. പ്രത്യേകിച്ച് കോഡൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ നമ്മളത് പഠിക്കണം. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 3 കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളും. 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 3 കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളും. 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. 6 മനുഷ്യാവകാശ കോടതികൾ. 6 കോടതികൾ. ഓക്കെ, സെക്ഷൻ 30 വരുന്ന കോടതികൾ, മനുഷ്യാവകാശ കോടതികൾ അധ്യായം 6 വരുന്നു. ഒന്നുകൂടെ പറയാം. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അധ്യായം 3 കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളും. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. 6 മനുഷ്യാവകാശ കോടതികൾ. ഓക്കെ, ഇനി 1993 മനുഷ്യാവകാശ നിയമത്തിലെ പ്രധാന സെക്ഷനുകളും പ്രതിവാദി വിഷയങ്ങളും മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. നിങ്ങൾ ഗൈഡൊക്കെ എടുത്ത് നോക്കിയാലും അവിടെ ഒരു കോളത്തിൽ എടുത്തു കൊടുത്തേക്കുന്ന കാണാം ഇനി പറയാൻ പോകുന്ന ഈ കുറച്ച് സെക്ഷനുകളൊക്കെ. ഇതിന് കോഡും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു പോവാണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കാൻ ഞാനൊരു സജഷൻ പറയാം. ഇത് ഇപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക, 1-2 പ്രാവശ്യം ഈ കേട്ടും വായിച്ചു ഒക്കെ നോക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും ഒരു 2 മിനിറ്റ് പോരെ, ആ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റായിട്ട് വീണ്ടും വായിക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്താൽ ഒരു 4-5 ദിവസം കൊണ്ട് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. ഡെയിലി ഒറ്റയടിക്ക് ഇപ്പം 1 മണിക്കൂർ ഇതിനു വേണ്ടി ഇത് ഫുള്ള് പഠിക്കാൻ കഷ്ടപ്പെട്ടെന്ന് പഠിച്ചാലും നമ്മൾ പെട്ടെന്ന് മറന്നു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2 മിനിറ്റ് ഒരു ദിവസം ചിലവഴിച്ച് ഈ ഒരു സംഭവത്തിന് വേണ്ടി, സെക്ഷനുകൾക്ക് വേണ്ടി, ഇതുപോലെ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാം കേട്ടോ. അങ്ങനെ മാറ്റി വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ ഇത് റിവൈസ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ ഓർത്തിരിക്കും. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കണം. സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം. 3 രൂപീകരണം. സെക്ഷൻ 4.1 ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം. 4.1 നിയമനം. 4.1 നിയമനം. സെക്ഷൻ 3 രൂപീകരണം. 4.1 ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം. സെക്ഷൻ 5 ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നീക്കം ചെയ്യണമെങ്കിൽ പഞ്ച് കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ രാജിയും നീക്കം ചെയ്യലുമാണ് സെക്ഷൻ 5. ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലും ഒക്കെ സെക്ഷൻ 5 വരുന്നു. സെക്ഷൻ 12 ചുമതലകൾ. 12 ചുമതലകൾ. കമ്മീഷൻ്റെ ചുമതലകളാണ് 12 വരുന്നത്. കമ്മീഷൻ്റെ ചുമതലകളാണ് സെക്ഷൻ 12 വരുന്നത്. സെക്ഷൻ 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണം. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണമാണ് സെക്ഷൻ 21. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണം സെക്ഷൻ 21. സെക്ഷൻ 30 നമ്മൾ പറഞ്ഞായിരുന്നു, മനുഷ്യാവകാശ കോടതികൾ. സെക്ഷൻ 30 മനുഷ്യാവകാശ കോടതികൾ. അപ്പോൾ ഇത്രയും സെക്ഷനുകൾ ഒറ്റയടിക്ക് നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ചിലപ്പം കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് തോന്നും, എന്നാലും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും ഒന്ന് 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ, 2 മിനിറ്റ് ശരിക്കും വേണ്ട, എന്നാലും കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ, 2 മിനിറ്റ് മാറ്റി വെച്ചാൽ ഒരു 5 ദിവസം കൊണ്ട് ഫുള്ള് മനപ്പാടായി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷനുകളൊന്ന് നോട്ട് ചെയ്ത് പോകണം. ഇനി മനുഷ്യാവകാശ നിയമ ഭേദഗതി 2019 അതുപോലെ 2006 ഒക്കെ നിയമ ഭേദഗതി വരുത്തി എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ 19 നിയമ ഭേദഗതിയിൽ കുറച്ച് ഡേറ്റുകൾ നമ്മൾ ഓർത്തിരിക്കണം. ആ ഡേറ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ മനുഷ്യാവകാശ നിയമ ഭേദഗതി രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22. അതുപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ജൂലൈ 27, നിലവിൽ വന്നത് ഓഗസ്റ്റ് 2. 3 ഡേറ്റുകളാണ്. രാജ്യസഭ ജൂലൈ 22, രാഷ്ട്രപതി ഒപ്പുവെച്ചത് ജൂലൈ 27, നിലവിൽ വന്നത് ഓഗസ്റ്റ് 2. മനുഷ്യാവകാശ നിയമ ഭേദഗതി രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 22, അതുപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ജൂലൈ 27, നിലവിൽ വന്നത് ഓഗസ്റ്റ് 2. 3 ഡേറ്റുകൾ. അതങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ ഒരു 6ാം ഇന്ദ്രിയത്തിൽ 6th സെൻസ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, എങ്ങാനും ചോദിച്ചാലോ. അപ്പോൾ അങ്ങനെ പഠിച്ചു പോവുക. ജൂലൈ 22, 27, ഓഗസ്റ്റ് 2. രാജ്യസഭ 22 ജൂലൈ 22, രാഷ്ട്രപതി ജൂലൈ 27, നിലവിൽ വന്നത് ഓഗസ്റ്റ് 2. എല്ലാം 2019. മനുഷ്യാവകാശ കമ്മീഷൻ മാത്രമല്ല, ധനകാര്യ കമ്മീഷൻ, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെച്ച് ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വിടാൻ ശ്രമിക്കുക. ഒരു റിവിഷൻ പോലെ വിവിധ കമ്മീഷനുകൾ ഇന്ന് തന്നെ വായിക്കുക. ഞാൻ ഓരോ ദിവസവും തരുന്ന ക്ലാസ് ഇതുപോലെ പഠിക്കുകയും എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറയുന്ന പോയിന്റ് ഡെയിലി പഠിച്ചും പോവുക. നമ്മുടെ കോഴ്സ് മേടിക്കുന്നവർക്ക് എല്ലാ മെറ്റീരിയലും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ മതി. അല്ലാത്തവർ ഈ രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.